നിലമ്പൂർ തിരിച്ചുപിടിക്കാൻ സ്പോർട്സ് കൌൺസിൽ അധ്യക്ഷൻ യു ഷറഫ് അലിയെ കളത്തിലിറക്കാൻ LDF വ്യാഴാഴ്ച മുതൽ അനൌദ്യോഗിക പ്രചാരണം തുടങ്ങും. നിലമ്പൂരിൽ CPIM ജില്ലാ നേതൃയോഗം ചേർന്നു. ഗോകുൽ കെ വേണുഗോപാൽ വിവരങ്ങളുമായി. ഗോകുൽ, ഇതിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പിക്കാൻ സാധിക്കുമോ? അനൌദ്യോഗിക പ്രചാരണത്തിലേക്ക് കടക്കുന്നു എന്ന് പറയുമ്പോൾ അനുജ, തീർച്ചയായും നിലമ്പൂരിൽ ഒരു സ്വതന്ത്ര പരീക്ഷണത്തിന് തയ്യാറെടുക്കുകയാണ് CPM അല്ലെങ്കിൽ LDF എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നു. യു ഷറഫ് അലി LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകും. കഴിഞ്ഞ തവണ ഉപതെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് നിലമ്പൂരിൽ M സ്വരാജിനെ പരീക്ഷിച്ച് പാർട്ടി ചിഹ്നത്തിലൊക്കെ മത്സരിപ്പിച്ചെങ്കിലും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തിന് 11,000 വോട്ടിനൊക്കെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെട്ട ഒരു സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. വീണ്ടും ഒരു സ്വതന്ത്ര പരീക്ഷണം നടത്തി PV അൻവറിൽ കൂടി 2016 നിലമ്പൂർ നേടിയെടുത്തതുപോലെ നേടിയെടുക്കാമെന്നൊരു പ്രതീക്ഷയുമായിട്ടാണ് നിലമ്പൂരിൽ CPM LDF ഒക്കെ പോകുന്നത്. കഴിഞ്ഞ ദിവസം നിലമ്പൂരിലെ CPMന്റെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ ഇതുമായി ബന്ധപ്പെട്ട നേതൃചർച്ചകൾ പൂർത്തിയായിട്ടുണ്ട്. ആ ചർച്ചകൾക്ക് ശേഷം, നേതൃയോഗത്തിന് ശേഷം യു ഷറഫ് അലി തന്നെ അവിടെ എത്തുകയും CPMന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള AP അനിലുമായി ചർച്ച നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. 2 ദിവസങ്ങൾക്ക് ശേഷം അവിടെ അനൌദ്യോഗികമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് യു ഷറഫ് അലി മുന്നോട്ടേക്ക് വരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്പോർട്സ് കൗൺസിലിന്റെ അധ്യക്ഷനാണ്. അത്തരത്തിൽ യുവജനങ്ങളെയൊക്കെ ഈ രീതിയിൽ പാർട്ടിയിലേക്ക് അടുപ്പിക്കാൻ സാധിക്കുമെന്നൊരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു സ്വതന്ത്ര പരീക്ഷണത്തിന് തയ്യാറാവുകയും യു ഷറഫ് അലിയെ തന്നെ രംഗത്തിറക്കാൻ CPM തീരുമാനിച്ചെടുക്കുകയും ചെയ്യുന്നത്. നേരത്തെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ തന്നെ രംഗത്തിറക്കാനുള്ള ഒരു ചർച്ചകളൊക്കെ ആയിരുന്നു LDFലും CPMലൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. അവിടെ 2016 1996 മത്സരിച്ചു വന്നിട്ടുള്ള വ്യക്തിയൊക്കെ അവിടെ മത്സരിപ്പിക്കാനുള്ള ഒരു തയ്യാറെടുപ്പുകളും ചർച്ചകളും ഒക്കെ വിജയരാഘവന്റെ ഒക്കെ നേതൃത്വത്തിലൊക്കെ നടന്നിരുന്നു. അതിനൊക്കെ ഒടുവിലാണ് ഇപ്പോൾ യു ഷറഫ് അലിയിലേക്ക് എത്തിയിട്ടുള്ളത്. അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരത്താണ് ഉള്ളത് എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. 2 ദിവസത്തിന് ശേഷം, അതായത് സ്പോർട്സ് കൗൺസിൽ അധ്യക്ഷൻ എന്ന നിലയിലുള്ള ചില നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം തിരികെ നിലമ്പൂരിലേക്ക് എത്തുകയും ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കുകയും ചെയ്യും എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന വിവരം. അനുജ, നിലമ്പൂരിലാണ് നിർണായക നീക്കവുമായി LDF എത്തുന്നത്. സ്പോർട്സ് കൌൺസിൽ അധ്യക്ഷൻ യു ഷറഫ് അലിയെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള നീക്കമാണ്. അനൌദ്യോഗിക പ്രചാരണം വ്യാഴാഴ്ച മുതൽ തുടങ്ങുമെന്ന വിവരമാണ് ഗോകുൽ കെ വേണുഗോപാൽ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.